ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം നാട്ടിലേക്ക് അയക്കുന്നവരാണ് പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർ. ഇത്തരത്തിൽ അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കാൻ രൂപയുടെ മൂല്യത്തിലെ ഉയർച്ച താഴ്ചകൾ പ്രവാസികൾ നിരന്തരം ശ്രദ്ധിക്കാറുമുണ്ട്. മൂല്യം കുറയുന്ന സമയത്താണെങ്കിൽ കടം വാങ്ങിയടക്കം നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾ ഏറെയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് മറ്റു പല കാര്യത്തിലും തിരിച്ചടിയാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ച് ഇത് നേരിയ ആശ്വാസം നൽകുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. UAE ദിർഹവുമായുള്ള ഇന്ത്യയുടെ വിനിമയ നിരക്ക് ഓഗസ്റ്റിൽ വീണ്ടും ഇടിഞ്ഞേക്കുമെന്നാണ് ചില വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രവാസികൾക്ക് ഈ മാസം പണം അയച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചേക്കും. UAE ആസ്ഥാനമായുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് അടുത്ത ആഴ്ചകളിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട്. US ഡോളറുമായുള്ള നിലവിലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 84 രൂപ 15 പൈസയാണ്. ഒരു UAE ദിർഹം ലഭിക്കണമെങ്കിൽ ഇന്ന് 22 രൂപ 91 പൈസ നൽകണം. എന്നാൽ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഒരു ദിർഹത്തിന് ചാർജുകൾ ഒഴിവാക്കി 22 രൂപ 7 പൈസ വരെ ലഭിക്കും. 43 ദിർഹം 91 ഫീൽസ് നൽകിയാൽ 1000 ഇന്ത്യൻ രൂപ സ്വന്തമാക്കാൻ കഴിയും. അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിരക്കിൽ നേരിയ വ്യത്യാസമുണ്ടാകും. എങ്കിലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല. രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണെങ്കിൽ ഒരു UAE ദിർഹത്തിന് 22 രൂപ 83 പൈസ വരെ എത്തിയേക്കാമെന്നും ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് പിന്നാലെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയത്. ഓഹരി വിപണിയിലെ ഇടിവ് രൂപയെയും ബാധിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 2ാം വാരവും 3ാം വാരവും രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായേക്കാം. ഇന്ത്യൻ രൂപ തിരിച്ചു വരണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടി വരും. കഴിഞ്ഞ വർഷവും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നുവെങ്കിലും ഇത്ര വലിയ ഇടിവുണ്ടായിരുന്നില്ല. UAE ദിർഹവുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് US ഡോളറുമായുള്ള മൂല്യമിടിവാണ് വ്യക്തമാക്കുന്നത്. അതായത് US ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ ഇടിവ് UAE ദിർഹവുമായുള്ള വ്യാപാരത്തിലും പ്രതിഫലിക്കും എന്നർത്ഥം. അതേസമയം മലയാളി പ്രവാസികൾ 2023 നാട്ടിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 22 ലക്ഷം മലയാളികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നതെങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 184.9% വർധനവും കാണിക്കുന്നുണ്ട്. പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവ് 2023 കാണിക്കുന്നുണ്ട്. 37,058 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിന്റേതാണ്. 2019 മുതൽ ഈ കണക്കിൽ സ്ഥിരത കാണിക്കുന്നുണ്ട്. അതേസമയം UAEയും കേരളവും സ്വർണ്ണവിലയിൽ മുന്നിൽ തന്നെയാണ്. സ്വർണ്ണവില ഉയരുകയാണ്. സ്വർണം വാങ്ങാൻ ഗൾഫ് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാണ് UAEയിലെ വില വർധനവ്. അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റമാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും ആഗോള വിപണിയിൽ വില ഉയരുമെന്നാണ് വിവരം. ഔൺസ് സ്വർണത്തിന് $2,400 മുകളിലാണ് വില ഏറിയും കുറഞ്ഞും മുന്നോട്ടു പോകുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ വേളയിൽ നഷ്ടം വരുമെന്ന് മുൻകൂട്ടി കണ്ട് നിക്ഷേപം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഈ പണം സ്വർണത്തിൽ നിക്ഷേപിച്ച് ലാഭം കൊയ്യാനാണ് ശ്രമം. അതുകൊണ്ട് തന്നെ സ്വർണത്തിന് ആവശ്യമുയരുകയും വില കൂടുകയും ചെയ്യുന്നു.